ഹോർമൂസ് കടലിടുക്കിന് അഭിമുഖമായി നിൽക്കുന്ന ഇറാന്റെ തന്ത്രപ്രധാനമായ തെക്കൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പ്രധാന പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ബുധനാഴ്ച തുറമുഖത്തിന് സമീപമുണ്ടായ പുതിയ സ്ഫോടനങ്ങളും ഇറാന്റെ സൈനിക പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ശക്തമായ തിരിച്ചടികളും ഇറാനിയൻ ഡ്രോണുകൾ തകർത്തതുമായ വാർത്തകൾ ഈ മേഖല ഒരു നീണ്ട സമുദ്ര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു. നിലവിലെ അന്തരീക്ഷത്തിൽ യുഎസും ഇറാനും തമ്മിൽ ഒരു വലിയ പ്രാദേശിക യുദ്ധം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് പരോക്ഷമായ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള സൈനിക നടപടികൾ നിത്യേനയെന്നോണം അങ്ങനെ തുടരുകയാണ്. ബന്ദർ അബ്ബാസിന് സമീപമുണ്ടായ ഏറ്റവും പുതിയ ആക്രമണങ്ങളെ പ്രതിരോധപരം എന്നാണ് വാഷിംഗ്ടൺ വിശേഷിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണപ്പാതകളിലൊന്നായ ഇവിടെ തങ്ങളുടെ സൈന്യത്തിനും അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്കും നേരെ ഇറാൻ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാനാണ് ഈ നീക്കമെന്ന് യുഎസ് അവകാശപ്പെടുന്നു. എന്നാൽ ആവർത്തിച്ചുള്ള സ്ഫോടനങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും സൂചിപ്പിക്കുന്നത് ബന്ദർ അബ്ബാസ് ഒരു വെറും വാണിജ്യ തുറമുഖം എന്നതിലുപരി ഗൾഫ് മേഖലയിലെ യുഎസ് ഇറാൻ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ മുൻനിര യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ബന്ദർ അബ്ബാസ് തന്ത്രപ്രധാനമാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇറാന്റെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബന്ദർ അബ്ബാസ് ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്താണ് കിടക്കുന്നത്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ ഷിപ്പിംഗ് ഹബ്ബുകളും നാവിക താവളങ്ങളും റവല്യൂഷണറി ഗാർഡിന്റെ സമുദ്ര സുരക്ഷാ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിലാണ്. അതാണ് ഇതിനെ ഇത്രയും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇവിടെയുള്ള ഷാഹിദ് രാജായി തുറമുഖം ഇറാന്റെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനലും ടെഹ്റാന്റെ വ്യാപാര ഊർജ്ജ കയറ്റുമതിയുടെ ജീവനാഡിയുമാണ്. പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ തുറമുഖത്തെ ഇറാന്റെ നാവിക മിസൈൽ പശ്ചാത്തല സൗകര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നായാണ് പണ്ട് മുതലേ വിലയിരുത്തുന്നത്. ബന്ദർ അബ്ബാസിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ഒരു ആയുധമാണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ആഗോള ഷിപ്പിംഗ് റൂട്ടുകളെയും കപ്പലുകളെയും ഇൻഷുറൻസ് നിരക്കുകളെയും അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ഉടനടി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമുദ്രപാത സുരക്ഷിതമായി തുറന്നു കൊടുക്കുക അല്ലെങ്കിൽ തുറന്നു സൂക്ഷിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് സാമ്പത്തികമായും സൈനികമായും ഏറ്റവും വലിയ മുൻഗണനയായി മാറുന്നു. സമീപകാലത്തുണ്ടായ ഡ്രോൺ വിക്ഷേപണങ്ങളും നാവിക ഉപരോധങ്ങളും ബന്ദർ അബ്ബാസിന്റെ തീരക്കടലിലേക്ക് ചുരുങ്ങാൻ കാരണവും ഇതുതന്നെയാണ്. ബന്ദർ അബ്ബാസിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച 1-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹോർമൂസ് തീരപ്രദേശത്തുള്ള സിറിക്, ജാസ്ക് എന്നീ പ്രദേശങ്ങൾക്ക് സമീപവും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയുണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ഇറാൻ അധികൃതർ ആദ്യം അവകാശപ്പെട്ടെങ്കിലും ഈ സംഭവങ്ങൾ ദക്ഷിണ ഇറാനിലെ യുഎസിന്റെ പുതിയ സൈനിക നടപടികളുമായി ഒത്തുപോകുന്നതായിരുന്നു. ബന്ദർ അബ്ബാസിന് സമീപമുള്ള ഒരു പ്രധാന സൈനിക താവളം ലക്ഷ്യമിട്ടാണ് യുഎസ് സേന ആക്രമണം നടത്തിയത്. അമേരിക്കൻ സൈന്യത്തിലും അതുപോലെ അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്കും ഭീഷണിയാകുന്ന രീതിയിൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഇറാൻ ഇവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്ന കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കൂടാതെ ഗൾഫ് മേഖലയിലെ കപ്പൽ ചാലുകളിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ നിരവധി മാരകമായ ഡ്രോണുകൾ യുഎസ് നാവികസേന വെടിവെച്ചിടുകയും ചെയ്തു. ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പരിമിതമായ സ്വയം പ്രതിരോധ ക്യാമ്പയിൻ എന്നാണ് വാഷിംഗ്ടൺ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്ക വെടിനിർത്തൽ ധാരണകൾ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്നും കപ്പൽ സുരക്ഷയുടെ മറവിൽ മേഖലയിൽ മനഃപൂർവ്വം സംഘർഷം വളർത്തുകയാണെന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ചരിത്രപരമായി എപ്പോഴും തന്ത്രപ്രധാനമായ ഒരു മേഖലയായിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ അതിനെ ഒരു സജീവ യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. ഈ വർഷം ആദ്യം ഇറാന് നേരെ യുഎസും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത് ആഗോള ഷിപ്പിംഗ് വിപണിയിൽ വലിയ പരിഭ്രാന്തി പരത്തി. ഇതിനെ തുടർന്ന് പല അന്താരാഷ്ട്ര എണ്ണ കപ്പലുകളും തങ്ങളുടെ യാത്രാമാർഗങ്ങൾ മാറ്റാൻ നിർബന്ധിതരായി. ഹോർമൂസ് കടലിടുക്ക് മുറിച്ചു കിടക്കുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ ഉയരുകയും ചെയ്തു. അതിനുശേഷം ഈ സംഘർഷം ഒരു പൂർണ്ണമായ പരസ്യ യുദ്ധത്തിന് പകരം ഗ്രേ സോൺ വാർഫെയർ അഥവാ നിഴൽ യുദ്ധ രീതിയിലേക്ക് വഴിമാറി. ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ഭീഷണികൾ, നാവിക ഉപദ്രവങ്ങൾ, പരിമിതമായ തിരിച്ചടികൾ എന്നിവയാണ് ഈ യുദ്ധമുറയിൽ ഇരുപക്ഷവും സ്വീകരിക്കുന്നത്. ബന്ദർ അബ്ബാസ് ഈ നിഴൽ യുദ്ധത്തിന്റെ നാഡീ കേന്ദ്രമായി മാറാൻ കാരണം ഇവിടുത്തെ റവല്യൂഷണറി ഗാർഡ് നാവികസേനയ്ക്ക് വളരെ വേഗത്തിൽ ഡ്രോണുകളും മിസൈൽ ബോട്ടുകളും നിരീക്ഷണ സംവിധാനങ്ങളും ഗൾഫ് കടലിലേക്ക് വിന്യസിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. ഇന്ന് യുദ്ധത്തിന്റെയും സ്ഫോടനത്തിന്റെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബന്ദർ അബ്ബാസിന് ഭാരതവുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആഴത്തിലുള്ള ഒരു സാംസ്കാരികവും സൗഹൃദപരവുമായ ബന്ധമുണ്ട് എന്ന കാര്യം പലർക്കും അജ്ഞാതമാണ്. ഇസ്ലാമിക ഭരണകൂടമുള്ള ഇറാനിലെ ഒരേയൊരു ഹൈന്ദവ ക്ഷേത്രമായ പ്രശസ്തമായ ബന്ദർ അബ്ബാസ് വിഷ്ണു ക്ഷേത്രം ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്.
19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, അതായത് ഏകദേശം 1892 ഇറാന്റെ ഖജാർ രാജവംശത്തിന്റെ ഭരണകാലത്താണ് ഈ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അക്കാലത്ത് ഗുജറാത്ത്, സിന്ധ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് കടൽ മാർഗം ഇറാനിലേക്ക് ബിസിനസ്സിനായും അതുപോലെ വാണിജ്യ ആവശ്യങ്ങൾക്കായും എത്തിയ ഹൈന്ദവ വ്യാപാരികളുടെ കൂട്ടായ്മയാണ് തങ്ങൾക്ക് ആരാധന നടത്താനായി ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. പ്രാദേശിക ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഹസൻ ഖാൻ സയ്യദ് അൽ മുൽക്കിന്റെ അനുമതിയോടെ വ്യാപാരികൾ സ്വന്തം നിലയിൽ പണം സമാഹരിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ഇന്ത്യൻ പെർഷ്യൻ ശൈലികളുടെ അതിമനോഹരമായ ഒരു മിശ്രണമാണ് എന്നത് ഇതിന്റെ സവിശേഷതയാണ്. പരമ്പരാഗത ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ ഗോപുരങ്ങൾക്ക് പകരം പ്രാദേശിക ഇസ്ലാമിക പള്ളികളോട് സാദൃശ്യമുള്ള ഒരു വലിയ വെള്ള താഴികക്കുടമാണ് ഇതിന്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്. കോറൽ സ്റ്റോൺ അഥവാ പവിഴപ്പുറ്റുകൾ, കളിമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ ഉൾച്ചുമരുകളിൽ ഭഗവാൻ കൃഷ്ണന്റെയും അതുപോലെ രാധയുടെയും മനോഹരമായ ചിത്രങ്ങളും പുരാണ കഥാസന്ദർഭങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. അടുത്തിടെ 2026 മെയ് മാസത്തിൽ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ഇതിഹാസം അമിതാഭ് ബച്ചൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വിഷ്ണു ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചതോടെയാണ് ഈ ചരിത്ര സ്മാരകം ആഗോളതലത്തിൽ വീണ്ടും വലിയ ചർച്ചയായത്. പണ്ടുകാലത്ത് ഇന്ത്യയും പെർഷ്യയും തമ്മിൽ നിലനിന്നിരുന്ന പരസ്പര ബഹുമാനത്തിന്റെയും സാംസ്കാരിക കൈമാറ്റത്തിന്റെയും പ്രതീകമായി ഈ വിഷ്ണു ക്ഷേത്രം ഇന്നും ബന്ദർ അബ്ബാസിൽ അങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. യുദ്ധഭീതിയുടെ ഈ കാലഘട്ടത്തിലും ഈ നഗരം ഭാരതീയരുമായി പുലർത്തുന്ന വൈകാരിക ബന്ധം ഈ ചരിത്ര സ്മാരകത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. ബന്ദർ അബ്ബാസ് ഇന്ന് നിരന്തരം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചതിന്റെ പ്രധാന കാരണം ഇറാന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളെയോ ബാലിസ്റ്റിക് മിസൈലുകളെയോ അപേക്ഷിച്ച് ഡ്രോണുകൾക്ക് ചെലവ് വളരെ കുറവാണ്. കൂടാതെ ഇവ റഡാറുകളിൽ പെടാതെ എളുപ്പത്തിൽ ഒളിച്ചു കടത്താനും തീരപ്രദേശങ്ങളിലെ ചെറിയ താവളങ്ങളിൽ നിന്ന് വേഗത്തിൽ വിക്ഷേപിക്കാനും സാധിക്കും. കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ബന്ദർ അബ്ബാസിന് സമീപമുള്ള തീരങ്ങളിൽ നിന്നാണ് ഇത്തരം വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കപ്പെടുന്നതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇത് US നാവികസേനയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഒരു സാധാരണ ഡ്രോണിനെ പ്രതിരോധിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അത്യാധുനിക മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധക്കപ്പലുകൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലെ ഇന്നത്തെ സമുദ്രയുദ്ധം എന്നത് വലിയ കപ്പലുകൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമല്ല, മറിച്ച് ഡ്രോൺ പ്രതിരോധവും ഇലക്ട്രോണിക് യുദ്ധമുറകളും ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളെ മുൻകൂട്ടി തകർക്കുന്നതുമായി മാറിയിരിക്കുന്നു. അതാണ് അമേരിക്കയെ ബന്ദർ അബ്ബാസിന് നേരെ നിരന്തരം ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുന്നത്. ബന്ദർ അബ്ബാസ് ഇതാദ്യമായല്ല ഇത്തരം വലിയൊരു സംഘർഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പ്രദേശം നിരവധി സ്ഫോടനങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും അട്ടിമറി ആരോപണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2025 ഷാഹിദ് രാജ ഈ തുറമുഖത്തിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സൈനിക ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന അതീവ രഹസ്യമായ കാർഗോയുമായി ബന്ധപ്പെട്ടാണ് ആ സ്ഫോടനം നടന്നതെന്ന രീതിയിൽ അന്ന് ശക്തമായ ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നു. ഇതിനു മുമ്പ് 2020 ഈ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തടസ്സപ്പെടുത്തിയ വലിയൊരു സൈബർ ആക്രമണം ഇവിടെ നടക്കുകയുണ്ടായി. കാലക്രമേണ ഇറാന്റെ ഏറ്റവും കൂടുതൽ സൈനികവൽക്കരിക്കപ്പെട്ടതും അന്താരാഷ്ട്ര ഏജൻസികൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നതുമായ ഒരു തീരദേശ നഗരമായി ബന്ദർ അബ്ബാസ് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ US ഇറാൻ പോരാട്ടം ആ മാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു എന്ന് മാത്രം. ബന്ദർ അബ്ബാസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇറാനെയോ അമേരിക്കയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഹോർമൂസ് കടലിടുക്കിലെ നിരന്തരമായ അസ്ഥിരത ആഗോള എണ്ണ വിതരണത്തെയും കപ്പൽ ഗതാഗത ചെലവുകളെയും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഭാരതം, ചൈന, ജപ്പാൻ തുടങ്ങി നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഗൾഫ് മേഖലയിലെ ഈ സമുദ്രപാതയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ദർ അബ്ബാസിന് സമീപമുണ്ടാകുന്ന ചെറിയൊരു നാവിക ആക്രമണമോ ഡ്രോൺ വെടിവെപ്പോ സ്ഫോടനങ്ങളോ പോലും ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നു. ഈ പ്രഭവ കേന്ദ്രത്തിലെ സമാധാനം ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയുമായി നേരിട്ട് പൊരുത്തപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ ഇരുപക്ഷവും പരോക്ഷ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ബന്ദർ അബ്ബാസിലെ പുകച്ചിൽ എപ്പോൾ വേണമെങ്കിലും ആഗോള പ്രതിസന്ധിയായി മാറാം എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. തന്ത്രപരമായ നാവിക നീക്കങ്ങളും ചരിത്രപരമായ സാംസ്കാരിക പൈതൃകങ്ങളും ഒരേപോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ നഗരത്തിലെ ഓരോ ചലനങ്ങളും വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.